ഈ സമയത്തെ ചൊല്ലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ചോദ്യം എന്തുകൊണ്ടാവും? ഈ സമയത്തുള്ള അന്വേഷണം അല്ല, ഈ സമയത്തെ ചോദ്യം ചെയ്യൽ ഈ സമയത്തുള്ള പ്രശ്നമുണ്ടോ? ഈ സമയത്തെ ചോദ്യം അല്ല, ഈ സമയത്ത് ചോദ്യം ചെയ്യുന്ന പ്രശ്നം കാണുന്നുണ്ടോ? കാസർഗോഡ് വെച്ച് നിങ്ങളോട് അതിന് മറുപടി പറഞ്ഞു. കുനിയലിക്ക് വരില്ലേ സംസ്ഥാനത്തിലൂടെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഗൂഢാലോചനയാണോ? ജാഥയുടെ സമയത്ത് തന്നെയുള്ള ഗൂഢാലോചനയാണോ? ജാഥയുടെ സമയത്ത് തന്നെയുള്ള ചോദ്യം ചെയ്യൽ ഗൂഢാലോചനയാണോ? തീർച്ചയായും ഡ്രൈവറോട് വണ്ടിയെടുക്കെന്നാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നത്. ഉത്തരം പറയുന്നില്ല മാത്രമല്ല, വണ്ടിയെടുക്ക്, വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് സതീശൻ്റെ ശ്രമം. നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ഞാൻ ശ്രീ എം ജയചന്ദ്രൻ താങ്കളിലേക്ക് എത്താം. കോൺഗ്രസ് സഹയാത്രികൻ ബി റജി കൂടിയുണ്ട്. റജി, ഇപ്പോൾ പെട്ടോ അപ്പാ? നോക്കൂ ശ്രീ പെട്ടതാരപ്പാ? ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇടതുമുന്നണി പെട്ടു നിൽക്കുകയാണ്. എവിടെ? ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, വിശദീകരണം നൽകാൻ കഴിയാതിരിക്കുന്നു. 4 CPM-ന്റെ പ്രമുഖ നേതാക്കൾ ജയിലിൽ അഴിക്കുള്ളിലാണ്. 12 പേരെ മൊത്തം അകത്താക്കി കഴിഞ്ഞിരിക്കുന്നു. 2016 മുതൽ കേരളം ഭരിക്കുന്നത് UDF അല്ല, ഇടതു സർക്കാരാണ്. 2019 നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടതു സർക്കാരിനാണ്. അവരിൽ നിക്ഷിപ്തമാണ്. അതൊന്നുമല്ല, വർഷം പിന്നിലേക്കും പോകുന്നു. സമഗ്രമായി ഇതിൻ്റെ തുടക്കം ഈ പോറ്റി കയറിയത് എപ്പോൾ, ആരാണ് കയറ്റിയത്, എന്തൊക്കെയാണ് ആരുടെയൊക്കെ ഭാഗത്തെത്തിയ സഹായം, വാജിവാഹനം കൈമാറിയ കാര്യം, ഇതടക്കം സമഗ്രമായി ഇങ്ങനെ 2019 എന്ന് തിട്ടൂരൊന്നും വെക്കണ്ട, മൊത്തം അന്വേഷിക്കും. ഇതിൻ്റെ വന്ന വളർച്ച മൊത്തം അന്വേഷിക്കും. അങ്ങനെ സമഗ്രതയിലാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT നടത്തുന്നത്. ആ SIT ആണ് ഇന്ന് അടൂർ പ്രകാശിനെ UDF കൺവീനറെ അവരുടെ ഹോട്ട് സീറ്റിലിരുത്തി ഇൻട്രോഗേറ്റ് ചെയ്തത്, ചോദ്യം ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2 കേസുകളിലാണ്. ദ്വാരപാലക ശില്പം, അതിലെ സ്വർണം മോഷണം പോയതും കട്ടിളപ്പാളി വിഷയത്തിലും. അതിന്റെ 2ന്റെയും അന്വേഷണമാണ് ഇത് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണി പറഞ്ഞു അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട അന്വേഷണം അല്ല. ശബരിമലയുടെ പൊന്ന് എവിടെയൊക്കെ കൊണ്ടുപോയി, അതെങ്ങനെയാണ് രൂപപ്പെട്ടത്, അവർക്കുള്ള സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത് ആര്, അതിൻ്റെ സമഗ്രതയിലാണ് അന്വേഷണം. ആ സ്വർണം മുഴുവൻ അവിടെ എത്തിക്കും. ഇതിന് കൂട്ടുനിന്നവരും തൊട്ടവരും പിടിച്ചവരും എല്ലാം അകത്തു പോകും. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ. അങ്ങനെ സമാധാനിക്കണ്ട, ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടണ്ട ബീറജി. ബഹുമാനായ അജംഷാദ്, അങ്ങ് മറന്നു പോകരുത്, കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ഇടതു സർക്കാരാണ്, ഇടതുമുന്നണി സർക്കാരാണ്. അതുകൊണ്ടാണ് അന്വേഷണം ഇങ്ങനെ ഇത്ര ശക്തമായി പുരോഗമിക്കുന്നത്. ഇടപെടാതെ, ബാഹ്യ സമ്മർദ്ദമില്ലാതെ. അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതെങ്കിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യാൻ ക്ഷണിക്കേണ്ടതല്ലേ? അതുപോലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെയും ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടതല്ലേ? അതാണ് ശ്രീ ബി റജി ഇവിടെ കാണേണ്ടത്. ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് തന്നെയാണ്. ആ ഫോട്ടോ ഐസ്ബർഗിൻ്റെ അറ്റത്തെ ടിപ്പ് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ പലതുമുണ്ട്. അതാണ് ആൻഡോ ആൻ്റണിയുടെ കാര്യങ്ങളിലൂടെയും പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ആൻഡോ ആൻ്റണിക്ക് 1 കോടി രൂപ കൊടുത്തെന്ന് പറയുന്നല്ലോ. ഈ 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന NM രാജുവിൻ്റെ പൊട്ടിപ്പോയ സ്ഥാപനം, ആ സ്ഥാപനത്തിലാണ് തന്ത്രിയുടെ പണമിടപാട് സംശയിച്ച് കഴിഞ്ഞ ദിവസം ED, കേന്ദ്ര ഏജൻസി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏജൻസി, അന്വേഷണം നടത്തിയത്, പരിശോധന നടത്തിയത്, റെയ്ഡ് നടത്തിയത്. അതേ സ്ഥാപനവുമായിട്ടാണ് ആൻഡോ ആൻ്റണിക്ക്, നിങ്ങളുടെ MP-ക്ക് ബന്ധം. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ടൊക്കെ കണക്ഷൻ വരുന്ന കാര്യങ്ങൾ സംശയിച്ചുകൂടായില്ലല്ലോ. അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാകുമോ? അതാണ് ഇതിലെ വെളിവാകുന്ന സത്യം ബി റജി. പറഞ്ഞും മുങ്ങാനാകില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലരും സാമ്പത്തിക സഹായം ചെയ്യും. ഈ ആന്റോ ആന്റണിയുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് വെളിവായത് എന്താ? CPM-ന് എത്ര കൊടുത്തു എന്ന് എനിക്കറിയാം, ഞാനത് പറയണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എല്ലാ പാർട്ടിയിലുള്ളവർക്കും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി. പറയും, അതൊന്നും നമുക്ക് മുഖവിലക്കെടുക്കാനാകില്ല. നമുക്ക് മുമ്പിലുള്ള തെളിവുകളാണ് ശ്രീ ബി റജി, നമുക്ക് മുമ്പിലുള്ള തെളിവുകളാണ്. എന്തിനാണ് അടൂർ പ്രകാശിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് 2 തവണ കൂടിക്കാഴ്ചയിൽ ആൻഡോയും
അടൂർ പ്രകാശും ഉണ്ടായിരുന്നു, ആൻ്റോ ആൻ്റണി എം പിയും അടൂർ പ്രകാശും ഉണ്ടായിരുന്നു, 2 വ്യത്യസ്ത കൂടിക്കാഴ്ചകളിൽ. ഗോവർദ്ധൻ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ എത്തിച്ചത് ആര്? എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് സമ്മാനങ്ങൾ സ്വീകരിച്ചത്? അടൂർ പ്രകാശ് തന്നെ പറഞ്ഞല്ലോ, സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈന്തപ്പഴമാണത്രേ. വീരജി, 2013 സോണിയാഗാന്ധിയെ സന്ദർശിക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അയാളുള്ള ഒരു കൊള്ളക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ബാക്കിയുള്ളവർക്കെല്ലാം ആപ്ലിക്കബിൾ അല്ലേ റജി? ബാക്കിയുള്ളവർക്കെല്ലാം ആപ്ലിക്കബിൾ അല്ലേ? ബാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവരെല്ലാം അങ്ങനെയാണെങ്കിൽ അയാൾ പ്രതിയാണെന്ന് അറിയുന്നതിന് മുമ്പുള്ളതല്ലേ? അതെന്താ അടൂർ പ്രകാശിനും ആൻ്റോ ആൻ്റണിക്കും സോണിയാഗാന്ധിക്കും മാത്രം ഒരു ഒഴിവ്? അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അല്ല, മുഖ്യമന്ത്രിയുടെ ഒരു പൊതുപരിപാടിയാണ് അത്. മറ്റൊരു ജുവല്ലറി നൽകിയ ആംബുലൻസിൻ്റെ എന്താണ് താക്കോൽ ദാനമായിരുന്നു. അവിടെ പരസ്യമായുള്ള ഒരു പരിപാടിയാണ്. അവിടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വന്നു, താക്കോൽ കൈമാറുന്നു, പോകുന്നു. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം മുമ്പിൽ നിൽക്കുമ്പോൾ അവരോടൊക്കെ മാറാൻ കൈകൊണ്ട് കാട്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നതും. അതിനിടയിൽ അടുപ്പം ഉണ്ടാക്കാൻ AI ഉപയോഗിച്ച് കൃത്രിമം കാട്ടിയ ഒരു കോൺഗ്രസ് നേതാവ് അകത്തുപോയി മീൻസ് കേസിലായി. അതുകൊണ്ട് അത് വിട്, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് വിടൂ. സോണിയാഗാന്ധിയെപ്പോലെ ഇത്രയേറെ കാറ്റഗറി Z+ കാറ്റഗറി അന്നുണ്ടാകാം ഒരു പക്ഷേ, ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഇത്രയേറെ സുരക്ഷയിലുള്ള ഒരാളുടെ കൂടെ എങ്ങനെ എത്തി? അങ്ങനെ 2 തവണ എത്തി. ആ 2 തവണ എത്തിയതിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഇതിൽ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ കൂടി വരുന്നു, ഇതിൽ സംശയാസ്പദമായി നിൽക്കുന്ന ഒരാൾ കൂടി വരുന്നു, ആ പോറ്റി വരുന്നു. അതോടൊപ്പമാണ് അടൂർ പ്രകാശ് വരുന്നത്. അപ്പോഴാണ് ആൻ്റോ ആൻ്റണിയുടെയും ഫോട്ടോകൾ പുറത്തെത്തുന്നത്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല ബീറജി, വെറുതെ പറഞ്ഞു പെടണ്ട. അജിംഷാദ് കളങ്കിത വ്യക്തിത്വമാണെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് VVIP-കൾക്ക് നേരത്തെ നൽകാറുണ്ട്. ഇവിടെ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളങ്കിത വ്യക്തിത്വം. അതെ, അപ്പൊ കേരള പോലീസിലെ ഇന്റലിജൻസ് കൈരളി ന്യൂസിന്റെ ചിത്രത്തിൽ, കൈരളി ന്യൂസിന്റെ സ്ക്രീനിൽ പോകുന്ന ചിത്രം അത് കാണിക്കൂ. പ്രയാർ ഗോപാലകൃഷ്ണനുമായും പോറ്റി നിൽക്കുന്നുണ്ട്, ആൻ്റോ ആൻ്റണിയുമായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റു ചിത്രങ്ങൾ കൂടിയുണ്ട്. അടൂർ പ്രകാശ് വിളക്ക് കൊളുത്തുന്നു. അയ്യപ്പൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തുമ്പോൾ തൊട്ട് ബാക്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ആ പ്രയാർ നിൽക്കുന്നു, തൊട്ട് ബാക്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പോൾ ഈ പോറ്റിക്ക് കൂടുതൽ ബന്ധം അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുമായാണ്. അതാണ് ഇന്ന് അടൂർ പ്രകാശ് ശബരിമല സ്വർണം അപഹരിച്ച കേസിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാരിന് ഇത്തരത്തിൽ തൊടുന്യായങ്ങളൊന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിഭ്രാന്തരായിക്കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആരാണ് തൊടുന്യായം പറഞ്ഞത്? അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് അടൂർ പ്രകാശ് തന്നെ പറഞ്ഞു. സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് തന്നെ പറഞ്ഞു. എന്താണ് സമ്മാനം? ഈന്തപ്പഴമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 ആൻ്റോ ആൻ്റണിക്ക് സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ഥാപനം, തന്ത്രി സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ഥാപനമായി ED കണ്ടതാണോ? ആണ്. അവിടെയാണ് 1 കോടി രൂപ പോയി 2 കോടി രൂപ ആൻ്റോ ആൻ്റണി വാങ്ങിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ആൻ്റോ ആൻ്റണിയുടെ വിശദീകരണവും തൃപ്തികരമല്ല. ആ തുക പോലും അദ്ദേഹം പറയാതെ ജസ്റ്റ് വാർത്താ സമ്മേളനം നടത്തി എന്ന് നാളെ പറയാൻ വേണ്ടിയുള്ള ഒരു സാധ്യത ഉണ്ടാക്കി മാത്രം കടന്നു പോവുകയാണ് ചെയ്തത്.